മതപരിവർത്തനവും ആൾക്കടത്തും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഛത്തീസ്ഗഡിലെ ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി. 9 ദിവസത്തിന് ശേഷം ബിലാസ്പൂരിലെ NIA കോടതിയാണ് സിസ്റ്റർ പ്രീതിക്കും വന്ദനയ്ക്കും ജാമ്യം അനുവദിച്ചത്. കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത് സംശയത്തിന്റെ പുറത്താണെന്ന് ജാമ്യ ഉത്തരവിൽ പറയുന്നു. 9 ദിവസം നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് ജാമ്യം ലഭിച്ചെന്ന ആശ്വാസ വാർത്ത ദുർഗിലെത്തിയത്. ജയിലിന് മുന്നിൽ ആഹ്ലാദ വേലിയേറ്റമായി. ഉത്കണ്ഠയും പിരിമുറുക്കവും സന്തോഷ കണ്ണീരായി. ഒരു ശുഭവാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജാമ്യം കിട്ടിയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആശങ്കയിലാണ് ഈ കേസിന്റെ ഇൻഫർമേഷൻ NIA മാറിയെന്നൊക്കെയുള്ള വിധി വന്നതിൽ 2 കന്യാസ്ത്രീകൾ നാളെ മുതൽ കോടതി വരാന്തേ പോയിട്ട് അവർ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തിയെന്ന് പറഞ്ഞ് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായുള്ള എന്താവസ്ഥ? ജയിലിൽ കിടക്കുന്നതിനേക്കാളും ഭീതി ഇതല്ലേ? കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും സംശയത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്നും കേസ് ഡയറി ആധാരമാക്കി NIA കോടതി വ്യക്തമാക്കി. കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ ആദിവാസി യുവാവ് സുഖ്മാൻ മാണ്ഡവിക്കും ജാമ്യം അനുവദിച്ചു. പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും നിർബന്ധിത മതപരിവർത്തനം ഉണ്ടായിട്ടില്ലെന്നും NIA കോടതി ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷി പുറപ്പെടുവിച്ച ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിടരുതെന്നും പാസ്പോർട്ട് NIA കോടതിയിൽ നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. ജാമ്യ കാലയളവിലെ വാസസ്ഥലം അറിയിക്കണം. 2 ആഴ്ചയിൽ ഒരിക്കൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെത്തണം. അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിനായി ഹാജരാകണം. ഇവയൊക്കെയാണ് മറ്റു പ്രധാന വ്യവസ്ഥകൾ. തെളിവ് നശിപ്പിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, കേസിനെപ്പറ്റി പൊതുമധ്യത്തിൽ പ്രതികരിക്കരുത് എന്നിവയും പാലിക്കണമെന്ന് കർശന നിർദ്ദേശമുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ളവരല്ല കന്യാസ്ത്രീകളെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേർ കുട്ടിക്കാലം മുതൽക്കേ ക്രിസ്തുമത വിശ്വാസികളാണ്. കുറ്റകൃത്യം നിലനിൽക്കുമോ എന്ന് വിചാരണ വേളയിൽ പരിശോധിക്കട്ടെ എന്ന് കോടതി വ്യക്തമാക്കി. ഉത്തരവ് പുറത്തുവന്ന് 5 മണിക്കൂറിനുള്ളിൽ കന്യാസ്ത്രീകൾ വിശ്വദീപം മഠത്തിലെത്തി. മീഡിയ 1 ഛത്തീസ്ഗഡ്.